കേസ് അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് എന്നോട് ആദ്യമായിട്ടാണ് ഒരു കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ റേഷൻ കടയിൽ പോലും പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇറച്ചിപ്പീടിയിൽ പോയിട്ട് ചിക്കൻ വാങ്ങാൻ പോവാണ്. അപ്പം എങ്ങനെ ചോദിക്കേണ്ടത് പോലും എനിക്കറിയില്ല. പോയി നോക്കാം എന്തായാലും. ഭയം. ഞാൻ കുറേ വട്ടം തോട്ടുമുക്ക് അങ്ങാടി കൂടെ പോയിട്ടുണ്ട്. പക്ഷേ മീനിൻ്റെ പീടിക കണ്ടിട്ടുണ്ടെന്നല്ലാതെ ചിക്കൻ എവിടെ തന്നെയാണെന്ന് പറഞ്ഞത് എനിക്കറിയില്ല. അവിടെ പോയിട്ട് ഇങ്ങനെ 1 കിലോ ചിക്കൻ വേണമെന്ന് പറയണം. ഇത് പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നില്ല. കാരണം ഞാൻ കടകളിലൊക്കെ പോയിട്ട്, പക്ഷെ ഞാൻ എന്തായാലും ചിക്കൻ വാങ്ങാനൊന്നും പോയിട്ടില്ല തരും. അതിലാണ് പോയിട്ട് എന്ത് പറയുന്നു. പോയി നോക്കാം എന്തായാലും. ഒരു ബാർ ചിക്കൻ 1 കിലോ മതി കേട്ടോ. പിന്നെന്താ, മല്ലിപ്പൊടി ഉണ്ടോ ഇരിക്കുക? മല്ലിപ്പൊടി ഉണ്ടോ? മല്ലിപ്പൊടി ഇതൊക്കെ ഒരു സ്ഥലത്ത് തോന്നണ്ടേ. ചിക്കൻ മാത്രം വേറെ സ്ഥലത്ത് നിന്ന് കേട്ടോ. മല്ലിപ്പൊടി 200 പേക്ക് ഉണ്ടാവും കേട്ടോ. 200 ഉണ്ടാവും കേട്ടോ. 200. പിന്നെ വേറെന്താ, ബിരിയാണി വെക്കോ? നെയ്ച്ചോറ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്താനായിട്ടില്ല. കണ്ട് ഞങ്ങളെ നാടാണിത്. നമ്മളിപ്പോൾ ചിക്കൻ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അവിടെ എത്തിയിട്ട് എന്ത് പറയും ഞാൻ അറിയില്ല. പോയി നോക്കാം എന്തായാലും. ഒരു ബാർ സോപ്പ് വേണം. പിന്നെ എനിക്കറിയില്ല, അതന്നെ അതാ കൊണ്ടുപോലും സാധാരണ. അതൊന്നും അല്ലാതെ 2 വേണം. പിന്നെ വെല്ലുള്ളി വേണം 2, 1 കിലോ. ആ മീൻ പീടിൻ്റെ അവിടെ തന്നെ അല്ലേ കോഴി അയച്ചനെ. ഇപ്പം നമ്മൾ ചിക്കനും പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ചു വരികയാണേ. പോവാം.
ഇറച്ചിപ്പീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള അന്തർമുഖൻ ഓണായി ഗൈസ്. ഇപ്പോൾ എന്താ പറയുക, ഞാൻ ആകെ ഇൻട്രോവേർട്ടായി പോയി. പിന്നെ ക്യാമറ വെക്കാനും വയ്യ, വർത്തമാനം പറയാനും വയ്യ, ആകെ ഭയങ്കര ഉള്ളിലുള്ള ഒരു ഇൻട്രോവേർട്ടൊക്കെ കണ്ട് ഓണായിപ്പോയി. എന്ത് ചെയ്യുക, ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ ഇങ്ങനെ ക്യാമറ പൊക്കാനോ ഇങ്ങനെ വർത്തമാനം പറയാൻ ഭയങ്കര മടിയാണ് എനിക്ക്, ഭയങ്കര മടിയാണ്. അപ്പം റൂമിൻ്റെ ഉള്ളിൽ എന്തും ചേക്കാലോ, കുഴപ്പമില്ല. പിന്നെ അപ്ലോഡ് ചെയ്തിട്ടല്ലേ ആൾക്കാർ കാണുള്ളൂ. പക്ഷെ ആൾക്കാരുടെ ഇങ്ങനെ പൊക്കിയിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ അടുത്തെത്തിയപ്പം അയാളെന്നോട് ചോദിച്ചു കറിക്ക് ഉള്ളതാണോ ബിരിയാണിക്കുള്ളതാണോ ചോദിച്ചപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ളതാണ് വലിയതാക്കി അരിഞ്ഞു തോന്നുന്നു കേസ്. അപ്പം ഇനിയിപ്പം ബാക്കി അരിയുമായിരിക്കും ഗൈസ്. നമ്മളിപ്പോൾ ചിക്കൻ വാങ്ങണ മെഷീൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നാളെ വേറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വിടുമായിരിക്കും, അറിയില്ല. ഓക്കെ, അപ്പം ഇനി നാളെ വേറെ സാധനം വന്നു. ഓക്കെ, ബൈ.